മല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു SIT. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയുടെ മൊഴി പ്രകാരമാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. ഡി മണി എന്നത് യഥാർത്ഥ പേരല്ലെന്നും SIT പറയുന്നുണ്ട്. ചന്തു ചന്ദ്രശേഖർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ശബരിമല വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്താണ് SIT പറയുന്നത് ഡി മണിയുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി തന്നെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഡി മണിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് ഡി മണിയെ SIT ചോദ്യം ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെയാണ് SIT ചെന്നൈയിലെത്തി ഡി മണിയെ ചോദ്യം ചെയ്തത്. ഡി മണി എന്നത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരല്ല, ഡിണ്ടിഗൽ സ്വദേശിയായ ഒരു വ്യക്തി എന്നാണ് SIT നൽകുന്ന സൂചന. ഇന്നും ഡി മണിയെ ചോദ്യം ചെയ്യും. നേരത്തെ രമേശ് ചെന്നിത്തല SITക്ക് മുന്നിൽ ഒരു മൊഴി നൽകിയിരുന്നു. തന്നോട് ഒരു വിദേശ വ്യവസായി ഈ പുരാവസ്തുക്കൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, അതിൽ സുപ്രധാന വിവരങ്ങൾ നൽകാനുണ്ട് എന്നത് സംബന്ധിച്ച് വിവരം SITക്ക് കൈമാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യവസായിയുടെ മൊഴി SIT രേഖപ്പെടുത്തുകയും തുടർന്ന് ഡി മണിയിലേക്ക് SIT എത്തിച്ചേരുകയുമായിരുന്നു. ഡി മണിയെ തേടി ഇന്നലെയാണ് SIT ചെന്നൈയിലെത്തുകയും അവിടെ വെച്ച് ഡി മണിയെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഈ വ്യവസായി പറഞ്ഞതനുസരിച്ച് ഈ ആൻറ്റിക്കുകൾ വിൽക്കുക, ആൻറ്റിക്കുമായി ബന്ധപ്പെട്ട വിൽപ്പനയും മറ്റു കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുക എന്നതാണ് ഈ ഡി മണി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അല്ലെങ്കിൽ ഈ സ്വർണം മോഷ്ടിക്കപ്പെട്ട സംഭവവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത് SIT ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ SIT നടത്തുന്നത്. ഇന്നും ഡി മണിയെ ചോദ്യം ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഡി മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് SIT ഉദ്ദേശിക്കുന്നത്. എന്തായാലും പുരാവസ്തുക്കൾ എന്ന തരത്തിലേക്ക് തന്നെ ശബരിമലയിലെ സ്വർണം, കാരണം ഈ കാണാതായ സ്വർണത്തെ മൂല്യം അതിൽ അത്രത്തോളം വലുതാണ് എന്നതാണ് പ്രധാനമായും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമലയിലെ സ്വർണം പുരാവസ്തുക്കൾ എന്ന തരത്തിൽ, ആൻറ്റിക് എന്ന തരത്തിൽ വിദേശ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പരിധിയിലാണ് ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും SITയുടെ നിരീക്ഷണത്തിലും SITയുടെ പരിധിയിലും തന്നെ ഡി മണി ഉണ്ട്. ഇന്നും ഡി മണിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SIT സംഘം ഒരുങ്ങുന്നത്. സേതുലക്ഷ്മി. ഓക്കെ ചന്തു, ശരി. അപ്പോൾ ചന്തു ആണ് വിവരങ്ങൾ നൽകിയത്.